ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പ് വിൽക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞ് ആ കാര്യം സുധീരുടെ അടുത്ത് വന്ന് പറയാണ് കേട്ടോ. അവരെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടതിന്റെ പ്രകാരമാണ്. സച്ചി പറയുന്നത് കൊണ്ട് തന്നെ അത് അത്ര നന്നായില്ല, എന്തെങ്കിലും ഏടാകൂടെ ഉണ്ടാവൂ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് പോയി ആ കട കാണുകയാണ്. കട കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആളെ അങ്ങ് മാറ്റുന്ന രീതിയിൽ ഒരു സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതി ഭക്ഷണമൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. വെക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശ്രുതിയെയും സുധിയെയും വിളിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അമ്മേ ഞാൻ ഒരുമിച്ചല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. എന്താ നിനക്ക് എടുത്തു വെച്ചിട്ട് പോയിട്ട് വിളിക്കാൻ അറിയില്ലേ? പോയിട്ട് വിളിച്ചിട്ട് വാ എന്ന് പറയാണ് ചന്ദ്ര. അത് പ്രകാരം തന്നെ രേവതി അവരെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേ സച്ചി രേവതിയുടെ അടുത്ത് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. നീ എല്ലാവർക്കും കൂടി ചേർത്ത് തന്നെയല്ലേ പറഞ്ഞത്? അവരെന്താ 10 നില മുകളിലൊന്നല്ലല്ലോ ഇരിക്കുന്നത്, വിശക്കുന്നുണ്ടെങ്കിൽ വന്നോളും, നീ വന്ന് കഴിക്ക് ഇരിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കഴിച്ചു ഞാൻ പിന്നീട് കഴിക്കാന്ന് രേവതി പറയുമ്പോൾ നിന്റെ അടുത്ത് ഇരിക്കാനല്ലേ പറഞ്ഞത്? സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും രവിയും രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീ ഇരിക്ക് രേവതി, അവരവർക്ക് വേണ്ടത് അവരവർക്ക് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോഴേക്കും ചന്ദ്ര ഇവിടെ വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആള് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് തനിയെ എടുത്ത് വിളമ്പി കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എടുത്ത എന്താ കുഴപ്പം? എല്ലാവർക്കും കൈയില്ലേ? അവരവർക്ക് വേണ്ടത് അവരവരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഭക്ഷണം ഇല്ലാതെ പോവോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതെടുത്ത് കഴിക്കാൻ നോക്കുന്ന് പറയാണേ. കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കണ്ടിട്ട് അമ്മേ ഇന്നെന്താ കഴിക്കാൻ? സാധാരണ പോലെ തന്നെ സാമ്പാറും അവിയലും അതും ഇതൊന്നൊക്കെ പറയുമ്പോൾ നോൺ വെജ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ സുധിയേട്ടാ എന്താ കട വാങ്ങാൻ വേണ്ടി പോകുന്നതിന്റെ ട്രീറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. എടാ അതിന് വലിയ ട്രീറ്റ് തന്നെയാണ് തരാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് ഒരു കോട്ടിന്റെ കാര്യം ചോദിക്കുകയാണ്. കോട്ടോ? ഏത് കോട്ട് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും സച്ച് ഇവൻ കല്യാണത്തിന്റെ സമയത്ത് ഓടി പോകുന്നതിന് മുമ്പ് റിസപ്ഷനിൽ ഒരു കോട്ട് ഇട്ടില്ലായിരുന്നു, ആ കോട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ അതിനെ കുറിച്ച് അങ്കിൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കാണ് കേട്ടോ ശ്രുതി. ഓ ഉടനെ തന്നെ വന്ന് ചാടിയല്ലോ. വർഷേ നീ ഈ ടിവിയിലൊക്കെ ഡബിങ് ചെയ്യില്ലേ? ഈ വീട്ടില് ഇവന് വേണ്ടിയിട്ട് ഡബിങ് ചെയ്യുന്നത് പൗഡർ എടുത്തിയാണെന്നുള്ള കാര്യം പറയാണേ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ശബ്ദം കൊടുക്കാൻ വേണ്ടി വന്നോളൂ. സുധിയെ കുറ്റം പറയാണല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതിയും ചാടി വീഴുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഇവന്റെ അടുത്ത് ഒന്ന് വായ അടച്ചിരിക്കാൻ വേണ്ടി പറയാണേ. ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ വായ അടച്ചിരിക്കാന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ വായടച്ചിട്ട് ഭക്ഷണം കഴിക്കാന്നല്ലേ നീ ചോദിക്കാൻ വേണ്ടി വരുന്നത്? നീ വായടച്ചിരുന്ന് കഴിച്ചാൽ മതി എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് രവി സുധിയുടെ അടുത്ത് ചോദിക്കാണ്, അല്ല സുധി നിനക്കിപ്പോ എന്തിനാ കോട്ട്? അച്ഛാ കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ നമ്മുടെ ഷോറൂമിനകത്ത് വെക്കണം, കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ എടുക്കണമെന്ന് ശ്രുതി ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ വീട്ടിലെ സാധനങ്ങളാണോ ഇവൻ വിൽക്കാൻ വേണ്ടി പോകുന്നത് അതോ തുണി സാധനങ്ങളാണോ വിൽക്കാൻ വേണ്ടി പോകുന്നത്? ഫോട്ടോ എടുത്തിട്ട് ഇവന്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈലർ കടയാന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങോട്ട് വരാതിരിക്കും. എന്റെ കടയിൽ ഞാൻ എന്റെ ഫോട്ടോ വെക്കുന്നതിന് നിനക്ക് എന്താടാ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീ വെച്ചോടെ നിന്റെ കടയിൽ നിന്റെ ഫോട്ടോ, കടയ്ക്ക് കണ്ണ് തട്ടാതിരിക്കാനുള്ള കോലം വെച്ച പോലെ ഇരിക്കും എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും രേവതി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ശ്രുതി. തുടർന്ന് ശ്രീകാന്ത് സുധിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്നാ സുധിയേട്ട കട ഓപ്പൺ ചെയ്യാനുള്ള പദ്ധതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ജോത്സ്യനെ കണ്ടിട്ട് ഒരു നല്ല തീയതി കുറിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതെ ഞാൻ നോക്കിയിട്ട് ഒരു തീയതി പറയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആന്റി കട ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് എന്ത് പേരിടണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോ എന്നിട്ട് ഡിസൈഡ് ചെയ്തോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ ഇല്ല അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. പേര് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചിന്തിക്കേണ്ട കാര്യം എന്താ? പാർട്ട് 1, 2 എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മുതിർന്ന ആൾക്കാരുടെ പേരാണ് വെക്കുക, അച്ഛമ്മയുടെ പേര് വെച്ചാലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കലാവതി എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ സുധി. അതെ അച്ഛമ്മയുടെ പേര് വെച്ച് നന്നായിരിക്കുന്നു വീണ്ടും രേവതി പറയുന്ന സമയത്ത് നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അതെ അതാണല്ലോ എന്റെ അമ്മയുടെ കാര്യം പറയുമ്പോ നിനക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോഴേക്ക് സുധി അച്ഛാ മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേരല്ലേ അച്ഛൻ നല്ലതെന്ന് ചോദിക്കുമ്പോ ആടാ എനിക്ക് മനസ്സിലായടാ, നീ നിനക്ക് ഇഷ്ടമുള്ള പേര് എന്താന്ന് വെച്ചാ വെച്ചോളൂ. തുടർന്ന് സച്ചി പറയുന്നുണ്ട് പേര് വെക്കുന്നതൊന്നും അല്ല അത്ര വലിയ കാര്യം, നന്നായിട്ട് കടയില്
കച്ചവടമൊക്കെ നടത്തി നല്ല പേരെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി അതൊക്കെ എന്റെ മകന് നന്നായിട്ട് അറിയാം, അവൻ നന്നായിട്ട് പേരെടുക്കുകയും ചെയ്യും, അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ചന്ദ്ര. എന്തായാലും ആന്റി, ഞങ്ങൾ നല്ലൊരു പേര് തന്നെ കണ്ടെത്തുന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴും ചന്ദ്രമതിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ഉദ്ദേശിക്കുന്നത് ചന്ദ്രമതിയുടെ പേര് വെക്കണം കടയ്ക്ക് എന്നുള്ളതാണ്. പക്ഷെ ആരും അതിലേക്ക് വരുന്നില്ലേ. എന്തായാലും കടയുടെ ഓപ്പണിംഗ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വെച്ചിട്ടാവണം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ അതെങ്കിലും അച്ഛമ്മയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ അച്ഛ എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അതൊക്കെ കട ഓപ്പൺ ആവുന്ന സമയത്ത് ചിന്തിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ശ്രുതി. എന്തായാലും ഇപ്പോ പേരിനെ കുറിച്ചാണ് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓഹോ, അപ്പോ പേരെന്താന്നുള്ള കാര്യം നിങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ലേ? ഇനിയാണോ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്? അതൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ചന്ദ്ര പറയുന്നത്. ചന്ദ്രയുടെ വിഷമം മനസ്സിലാവുന്നത് ആകെ ഒരേ ഒരാൾക്ക് മാത്രമാണ് കേട്ടോ, സച്ചിക്കാണേ. ഞാൻ വിചാരിച്ചു പേര് ഓൾറെഡി ഡിസൈഡ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം സമാധാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കേട്ടോ ചന്ദ്ര. പക്ഷെ അവരുടെ അടുത്ത് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ എന്റെ പേര് തന്നെ കടക്കി ഇടണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവരായിട്ട് ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ ഇടയിലും നമ്മുടെ ചന്ദ്രമതിക്ക് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണല്ലോ, പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയും ചെയ്യാലോ. അങ്ങനെ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രയെ പേര് വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് ഡിസ്കസ് ചെയ്തോളൂ, നീ ഇപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക്. ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങുന്നില്ല കേട്ടോ. ഇതെല്ലാം സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ശ്രുതിയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവർ ഓരോരോ കടയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അത് കഴിഞ്ഞ് റൂമിൽ ശ്രുതിയും കൂടി സംസാരിക്കാൻ കേട്ടോ. ഷോപ്പിന്റെ പേര് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്തായാലും ഈസി ആയിട്ട് പറയാനും പറ്റണം, നന്നായിട്ട് റീച്ച് ആവുകയും വേണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ശ്രുതി എന്ത് പേര് വെക്കണം എന്നാണ് ചിന്തിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, SS വെച്ചുകൊണ്ട് കട തുടങ്ങിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് വേണ്ട, ഇങ്ങനെ ലെറ്റേഴ്സ് ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പേരിൽ വേറെ കടകൾ ഉണ്ടാകും. അത് മാത്രമല്ല സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറില് അവർ രണ്ടുപേരുടെയും ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി നമ്മളും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരെ കണ്ട് കോപ്പി അടിച്ചെന്നുള്ള കാര്യം കൂടി പറയും. അതും ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ നിന്റെ അച്ഛന്റെ പേര് വെച്ചാലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതിന് ശരിക്കും അച്ഛൻ കാശ് തരണ്ടേ എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചു ചോദിക്കുകയാണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയ്ക്ക് നീലിമയുടെ പേര് വെക്കണം എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതിക്ക് നേരെ അങ്ങ് ചെല്ലുവാണ് കേട്ടോ ശ്രുതി. അല്ല, അവളാണല്ലോ കാശ് തന്നത്, അതുകൊണ്ടാണ് അവളുടെ പേര് വെക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞ് എന്ന് കരുതിയിട്ട് നമ്മള് ആദ്യമായിട്ട് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സംരംഭത്തിന് നിന്റെ എക്സിന്റെ പേര് വെക്കണം എന്നാണോടാ നീ പറഞ്ഞത്? അതും നിന്നെ പറ്റിച്ചിട്ട് പോയവളെ. അയ്യോ ശ്രുതി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവളുടെ കയ്യിൽ നിന്നാണല്ലോ കാശ് കിട്ടിയത്, അതുകൊണ്ട് ചുമ്മാ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ അത്രേ ഉള്ളൂ. അവളെന്താ അവളുടെ കാശാണോ തന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. നീ ടെൻഷൻ ആവല്ലേ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? നിന്റെ ഉള്ളിൽ ഇത്രയും പൊസസീവ്നെസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ്. ശ്രുതി ചെന്നിട്ട് നേരെ ബെഡിൽ വീഴുന്നുണ്ട്. ആ ശബ്ദം നമ്മുടെ സച്ചി അതിലെ പോകുമ്പോ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണ്. പക്ഷേ ശ്രുതി പറയുന്നുണ്ട്, ആന്റി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പേര് വെക്കണം എന്നുള്ള കാര്യം പറയുമ്പോ ആരുടെ അമ്മയുടെ പേരാണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സംസാരം കേൾക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അവിടെ തന്നെ നിൽക്കുന്നത്. ശ്രുതി എന്തായിരിക്കും പറയാൻ വേണ്ടി പോവാ എന്നുള്ള ഒരു ആകാംക്ഷയില് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡിസിഷൻ എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് സച്ചി അവിടെ നിൽക്കുന്നത് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, എനിക്കെന്തോ അമ്മയുടെ പേര് വെക്കണ്ടെന്നാ തോന്നുന്നത്. അത് കേട്ട ഉടനെ തന്നെയാണെങ്കിൽ സച്ചിയുടെ മൊബൈലില് റെക്കോർഡ് അങ്ങ് ഓണാക്കി വെക്കുകയാണ് കേട്ടോ. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോ അമ്മയുടെ പേരിലല്ലായിരുന്നോ പാർലർ ഉണ്ടായിരുന്നത്, ആ പേര് പാതിയിലെ പോയി, അത് നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തതുകൊണ്ടല്ലേ പോയെന്ന് ശ്രുതി ചോദിക്കുമ്പോ അത് മാത്രമല്ല ശ്രുതി, സച്ചി അവരുടെ പൂക്കടയ്ക്ക് അമ്മയുടെ പേരല്ലേ വെച്ചത്, ആ കടയും കോർപ്പറേഷനുകാർ വന്നിട്ട് എടുത്തോണ്ട് പോയി, അതുകൊണ്ടാ പറയുന്നത് അമ്മയുടെ പേര് അത്ര ലക്കിയല്ല. എന്താ ശ്രുതി അങ്ങനെ പറയുന്നത്? ആന്റി തന്റെ മേലെ എന്തോ ഒരു എഫെക്ഷൻ ആയിട്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അതൊക്കെ വേറെ കാര്യം. അമ്മയുടെ പേര് വെച്ച് തുടങ്ങിയ 2 കാര്യങ്ങൾ പാതിയിൽ തന്നെ പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും അമ്മയുടെ പേര് വേണ്ട. അത് റെക്കോർഡാക്കി വെച്ചതിന് ശേഷം സച്ചി തൊഴിലധിപരെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. സച്ചിയുടെ വരവ് കാണുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പെട്ടെന്ന് എന്റെ റൂമിലേക്ക് കയറി വന്നത്? വരേണ്ട ആവശ്യം വന്നു, എന്ത് ചെയ്യാനാടാ? സച്ചിയുടെ സംസാരം ശ്രുതിയുടെയും റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് രേവതി പുറത്തുനിന്ന് ഇവരുടെ സംഭാഷണം കേൾക്കുവാണ്. അല്ലടാ, കടയ്ക്ക് നീ എന്ത് പേരെ വെക്കാൻ വേണ്ടി പോകുന്നത് തീരുമാനിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും സെറ്റായില്ല. അല്ല
നീ അതിനെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നല്ലൊരു പേര് പറഞ്ഞുതരാം, അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കട വേറെ ലെവലിൽ പോകും. എന്താ പേര് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ചന്ദ്ര എന്ന് പറയുകയാണെ. അമ്മയുടെ പേരോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ, നിന്റെ കടയ്ക്ക് നീ അമ്മയുടെ പേരാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ കടയ്ക്ക് എന്ത് പേരാ വെക്കേണ്ടതെന്നുള്ള കാര്യം എന്റെ ഇഷ്ടമാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അമ്മയുടെ പേരാ വെക്കേണ്ടത്, അതാണ് എന്റെ ഇഷ്ടം എന്ന് സച്ചി. ഞങ്ങളുടെ കടയ്ക്ക് നീ പറയുന്ന പേര് എന്തിനാടാ വെക്കുന്നത്, അത് വെച്ചേ പറ്റുള്ളൂ. ചന്ദ്രമതി എന്നുള്ള പേര് തന്നെ അവിടെ ഉണ്ടാകണം. ഇതാണ് എന്റെ തീരുമാനം. വേണമെങ്കിൽ നീ ഓർഡർ ആയിട്ട് എടുത്തോ. നീ എന്താടാ വലിയ ഹൈക്കോടതി ജഡ്ജാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ ഞാനാണ് ജഡ്ജ്. അമ്മയുടെ പേരല്ലാതെ വേറെ ഒരു പേരും ഞാൻ വെക്കാൻ സമ്മതിക്കില്ല. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്താ സച്ചി ഇത്, നീ പെട്ടെന്ന് തന്നെ കയറി വന്ന് എന്തൊക്കെയോ പറയുന്നു. ഞങ്ങളുടെ കടയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കും. പണം എന്റെ അച്ഛൻ തന്നതാന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇവന് ജീവൻ കൊടുത്തത് എന്റെ അമ്മയാണ്. ഇപ്പോ ആരാണ് ഇതില്ലെന്നൊക്കെ പറഞ്ഞത്, ഇത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നൊക്കെ ശ്രുതി പറയുമ്പോ എടാ, ഈ വീട്ടില് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആര് ചോദിച്ചു കഴിഞ്ഞാലും ഉറക്കത്തിൽ പോലും അമ്മ എണീറ്റിട്ട് പറയും നിന്റെ പേര്. അവർക്ക് നിന്നോട് അത്രയും സ്നേഹമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിന്റെ മേല്. എന്നാ നീയാണെങ്കിൽ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് സച്ചി നീ പറയുന്നത്. അമ്മയുടെ മേല് എനിക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ ഓഹോ, നിന്റെ സ്നേഹം കേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സച്ചി, അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കുവാണേ. ആ റെക്കോർഡിംഗ് മൊത്തം കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയോട് വെച്ച സ്നേഹം എങ്ങനെ കാണിച്ചെന്ന് കണ്ടില്ലേ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, സച്ചി നിനക്ക് മാനേഴ്സ് ഇല്ലേ, രണ്ടുപേര് റൂമിൽ വെച്ച് സംസാരിക്കുന്ന കാര്യം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നു. നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ പഠിക്കൽ പോലും വരില്ലായിരുന്നു. എന്നാ ഇവൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അമ്മയുടെ പേര് ലക്കിയല്ല എന്ന്. അങ്ങനെ വെച്ച അമ്മ രാശിയില്ലാത്തവളാണെന്നല്ലേ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചി, നീ ഈ വീട്ടില് 1000 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിനക്ക് വേണ്ടിയിട്ട് മുൻനിരയിൽ വന്നു നിന്നത് അമ്മയാണ്. നീ അച്ഛന്റെ പണവുമായിട്ട് ഇവിടുന്ന് ഓടിപ്പോയ സമയത്ത് അടിച്ചോടിക്കണം എന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ നിനക്ക് വേണ്ടിയിട്ട് അത്രയും കരഞ്ഞ് അമ്മയുടെ തല തൊട്ട് നിന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നിന്നെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നീ വലിയ ആളായിട്ട് വരുമെന്നുള്ള കാര്യം കാണുന്നവരടുത്തൊക്കെ നിന്റെ പേരാണിട എല്ലാവരടുത്തും അവര് പറയുന്നത്. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പേര് രാശിയില്ല എന്നുള്ള കാര്യം പറയുന്നു. എന്നാ നിന്റെ മേലാണ് അമ്മ മൊത്തം സ്നേഹവും വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലടാ ആ പേര് വെച്ച് ഒന്നും ശരിയായില്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പാർലറിന്റെ പേര് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ ഭാര്യയാണ്. പിന്നെ ഞങ്ങളുടെ കട പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതോ വയറ്റരിച്ചിൽ പിടിച്ച ആൾക്കാരുടെ പണിയാന്നുള്ള കാര്യം ശ്രുതിയെ നോക്കി പറയാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും കയ്യും കാലും കുഴയുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. അതിനൊക്കെ അമ്മയുടെ പേര് വെച്ചതാ കാരണം എന്നുള്ള കാര്യം നീ പറഞ്ഞില്ലടാ, നീയൊക്കെ എന്തിനാടാ പഠിച്ചത്. എന്തായാലും ഈ ഓഡിയോ ഞാൻ അമ്മേനെ ഒന്ന് കേൾപ്പിക്കട്ടെ, എന്നിട്ട് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം അമ്മയുടെ പേരിന് രാശി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി തോന്നിയത്? അവര് ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താകുന്നുള്ള കാര്യം നിനക്കറിയോ? അമ്മയ്ക്ക് മൊത്തം സ്നേഹം നിന്നോടാണടാ, അമ്മയുടെ സ്നേഹം നിനക്ക് കിട്ടിയില്ലേ മൊത്തമായിട്ടും. അതുകൊണ്ടാണ് നിനക്ക് അതിന്റെ വില അറിയാത്തത്. ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് കരയുന്നവർക്ക് മാത്രമേ അതിന്റെ വില എന്താണെന്നുള്ള കാര്യം അറിയുള്ളൂ. നിന്റെ മേല് അമ്മ വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു 5% എനിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കുമായിരുന്നടാ. ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് കടക്കി വെക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്തായാലും വാടാ, അമ്മയുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും സച്ചിയെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ശ്രുതി. സച്ചി നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വേറെന്തോ വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് ശ്രുതിക്ക് ആന്റിയുടെ മേൽ സ്നേഹമില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ ആന്റിയുടെ പേര് വെക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻ ഒന്നുമില്ല, ആ പേര് തന്നെ വെച്ചേ പറ്റുള്ളൂ. എടാ, പൗഡറടത്തേക്കുള്ള സ്നേഹം പോലും നിനക്കില്ലേടാ. എടാ, ഭയപ്പെടാതെ അമ്മയുടെ പേര് തന്നെ വെച്ചോളൂ. അമ്മ ഇത്രയും ജീവിച്ച് 3 മക്കളെ പെറ്റ് വളർത്തിയിട്ട് നമ്മളൊക്കെ 3 പേര് നന്നായിട്ട് തന്നെയല്ലേ നടക്കുന്നത്. നീ അമ്മയുടെ പേര് തന്നെ വെക്കുള്ളൂ. അതുവരെ ഈ ഓഡിയോ എന്റെ കയ്യിലുണ്ടാവും പറഞ്ഞിട്ട് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ്